ശ്രമം തുടങ്ങിയിട്ടുള്ളതാണ്. മറുപടിയും ചാപ്പലങ്ങാടി ഓഫീസിലും പൂക്കോഴപ്പങ്ങളും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിന് സംഘടനയുടെ നേതൃസ്ഥാനത്തുള്ളപ്പോഴാണ് അതിന്റെ ഒരു ശ്രമം ഉണ്ടായത്. 50-ാം വാർഷികം നടത്തുന്ന സന്ദർഭം കുറ്റിപ്പുറത്ത് നാം ചേർന്ന മഹാസമ്മേളനം മല്യൂൻ മനുസ്വരി മല്യൂൻ എന്നാണ് അറബികൾ പറഞ്ഞത്. 1.5 മില്യൺ ആളുകൾ അറബി പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും അറബ് ഇസ്ലാം രാജ്യങ്ങളിലെ പത്രങ്ങളും ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദമായി എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ 1.5 മില്യൺ പറഞ്ഞതല്ല, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പത്രസമ്മേളനത്തിലും മറ്റ് സമ്മേളനങ്ങളും പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദ് അലി അജ്ലാൻ എന്നൊരാൾ മനാറുൽ ഇസ്ലാമിന്റെ എഡിറ്റർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന കുറ്റിപ്പുറത്ത് 50-ാം വാർഷികത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഷാർജ ഇസ്ലാമിക് ഔഖാഫിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ ചിത്രവും അവർ എവിടൊക്കെ പരന്നു കിടക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരവസ്ഥയും വെച്ചിട്ടാണ് 1.5 മില്യൺ എന്ന് പ്രയോഗിച്ചത്. അദ്ദേഹമാണ് പ്രയോഗിച്ചത്. അദ്ദേഹത്തിന്റെ പത്രത്തിൽ വക്കാലത്തു അംബായി ഇമാറാത്ത് എന്ന് പറയുന്ന യുഎഇന്റെ ഏജൻസി അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ വലിയ വലിയ ആളുകൾ അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ നീട്ടി പറയല്ല. അന്നാണ് ഇങ്ങനെ നമുക്കൊരു ദേശീയ തലത്തിൽ ഇത് വികസിപ്പിക്കണമെന്ന അഭിപ്രായം വന്നത്. അതിനുശേഷം ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് പിന്നീട് ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായതിനു ശേഷം 3 കൊല്ലം കഴിഞ്ഞ് വൈസ് ചെയർമാനായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹൈദരാബാദിൽ പോകും. ഡൽഹിയിലേക്ക് പോകുന്ന അതേ ചാർജ് കൊണ്ട് തന്നെ പൈസ ചെലവില്ലാതെ, എനിക്കും ചെലവില്ല, സംഘടനക്കും ചെലവില്ല, ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് പിറ്റേന്ന് ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകും. ചിലപ്പോൾ മടങ്ങി വരുമ്പോൾ അങ്ങനെ പോകും. ആ പോക്കിൽ വെച്ച് ഹൈദരാബാദിൽ നിന്നുള്ള പണ്ഡിതന്മാർ നമ്മുടെ അഖീദയുമായി ഒത്തുചേരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടു. അങ്ങനെ കുറെ ആളുകൾ ഒരു പ്രാവശ്യം ഇന്ന് ഹൈദരാബാദിന്റെ ഗസ്റ്റായി നിസാമിയ കോളേജിന്റെ ഗസ്റ്റായി എന്നെ ക്ഷണിച്ചു. ഹൈദരാബാദ് നിസാമിയിൽ വെച്ച് ഞങ്ങളൊരു സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ വെച്ച് ഏകദേശം ഒരു രൂപം ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരാൾ സെക്രട്ടറി, പുറത്തുനിന്നുള്ള ഒരാൾ പ്രസിഡന്റ്, ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹം അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ മെമ്പർമാരും ചേർത്തുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ അത് നീണ്ടുപോയി. അതിനിടയിൽ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ അവരുകൾ അദ്ദേഹം വഫാത്തായി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ പ്രസിഡന്റായി ഹൈദർ അലി ശിഹാബ് വന്നതിനു ശേഷവും ആ പരിപാടി തുടർന്നുകൊണ്ടിരുന്നു. 60-ാം വാർഷികം കാസർഗോഡ് വെച്ച് നടന്ന ആ സന്ദർഭത്തിലാണ് ഇതൊന്നും കൂടി സജീവമാക്കുന്നതിനെപ്പറ്റി ആലോചന വന്നത്. അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിവിടെ രൂപീകരിക്കാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ കാണുന്ന പ്രകാശമുള്ള മുഖങ്ങളുടെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരും വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സംഘടനയുടെ രണ്ടാമത്തെ ബ്രാഞ്ച്, രണ്ടാമത്തെ ഘടകമാണ് സുന്നിയുടെ സംഘം. അനുകൂലമായ നല്ല സാഹചര്യം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മധ്യത്തിൽ നാം ആഗ്രഹിച്ചതാണ്. പക്ഷെ അള്ളാഹു നിശ്ചയിച്ചില്ല.
വലാലഹു യകൂനു ഖൈറാൻ. ഇപ്പൊ നമുക്ക് പറയാം അത് ചിലപ്പോൾ ഖൈറായിരിക്കും. എങ്ങനെ ഖൈറെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ആ സംഭവം നടന്നതിന് ശേഷം ഇപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നലെ വലിയൊരു പരിപാടി ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട കബീർ ബാക്കവിന്റെ പ്രസംഗം ഉണ്ടായി. അതിന്റെ മുമ്പായി ഇവിടെ ചെറിയൊരു ഉദ്ഘാടന സദസ്സുണ്ടായി. ഇപ്പോൾ നമ്മുടെ ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാവരും നിന്നാണ് വന്നെത്തിയത്. ഇന്ന് നമുക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷ ഇന്നലെയും ഇന്നും നടക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ജുമാ നടത്തുന്നത് സംബന്ധിച്ച് ദർസ് മാറുന്നത് സംബന്ധിച്ച് ജൂനിയർ കോളേജുകളുടെ കാര്യങ്ങൾ, ജൂനിയർ കോളേജിൽ ദർസ് തുടങ്ങുന്ന സമയമാണിപ്പോ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 57 സ്ഥാപനങ്ങൾ നമുക്ക് പായി. ജാമ്യന്റെ ജൂനിയർ കോളേജുകൾ മതവും ദീനും ദുനിയാവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരവസരം ഞാൻ നോക്കി സംസാരിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഈ നിരക്കുള്ള വലിയ ഒരു സൗഭാഗ്യത്തിന്റെ ദിനം നമ്മുടെ മക്കൾക്ക് കൈമാറുന്ന ഒരു അവസ്ഥയിൽ സാക്ഷികളാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഇത് ഭംഗിയായി കൊണ്ടുപോകാൻ ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, രണ്ടാൾക്ക് കഴിയില്ല. ഒരു കൂട്ടായ്മ വേണം. അതിന് പാറ്റിത്തെളിഞ്ഞ പണ്ഡിതന്മാർ നമ്മുടെ കൂടെയുണ്ട്. SYSൽ കൂടി പാറ്റിത്തെളിഞ്ഞവരുണ്ട്, സമസ്തയിൽ കൂടി തെളിഞ്ഞവരുണ്ട്, SKSFന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാറ്റിത്തെളിഞ്ഞവരുണ്ട്, ദാറുൽ ഹുദയിലും ജാമിയയിലും അതുപോലെ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയയിലും അതുപോലെ അതിന് കടപിടിക്കുന്ന ദർസുകളും നമ്മുടെ നാട്ടിലുണ്ട്. ദർസുകളിൽ ജാമിയിൽ പഠിച്ചു വന്ന ആളുകൾ ഇപ്പോ അങ്ങനെയുള്ളപ്പോ വലിപ്പം കണക്കാക്കല് IASന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്, കുറച്ച് കുട്ടികളുണ്ട്, വേറെ പലതുണ്ട്. ലോകത്തറിയപ്പെടുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിൽ നമ്മുടെ സംഗതികളുണ്ട്. അത് വലിയൊരു ബഹുമാനായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ട് നമ്മളും പറഞ്ഞു മാത്രം. ഏതായാലും ആ നിരക്ക് ലോകത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്താൻ പറ്റുന്ന അതിന്റെ ശൈലികൾ മനസ്സിലാക്കിയ അതിനാവശ്യമായ ഭാഷയും അതിനാവശ്യമായ തന്ത്രങ്ങളും ഒക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ. നമ്മളോടാണ് പുറത്തുപോയി പ്രവർത്തിക്കാൻ നമ്മൾ വിചാരിക്കുന്നതിന്റെ മുമ്പ് IROന്റെ ഒരു പ്രതിനിധി ഇവിടെ വന്നപ്പോൾ മനഃശാസ്ത്രത്തിൽ വലിയ മാസ്റ്റർ കിട്ടിയില്ല, ഡോക്ടർ അബ്ദുൽ മന്നാൻ. അദ്ദേഹം IROന്റെ പ്രതിനിധിയായി കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ബീഹാറിൽ പോകണമെന്ന്. ഇപ്പോഴല്ല, ഒരു 15-16 വർഷത്തിനപ്പുറം അത് പറഞ്ഞു. റാബിത്തകൾക്ക് എല്ലാ സാധനം കൊടുത്ത് ബീഹാറിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി പൈസ അനുവദിച്ചു, ആൾക്ക് ശമ്പളം കൊടുക്കാനും തയ്യാറായി, എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന സമയത്ത് അത് വാങ്ങിക്കാൻ ആളുണ്ടായില്ല. അത് വലിയൊരു ദുഃഖകരമല്ലേ? അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ചുണയുള്ള പ്രവർത്തകന്മാർ ഒരു ദിവസത്തെ പരിചയം കൊണ്ടാണ് മനസ്സിലാക്കിയത്. നമ്മളൾക്ക് പണിയെടുക്കാൻ അറിയാം, അതിന് പറ്റും, നിങ്ങളൊക്കെ അവിടെ പോകണമെന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ മാത്രമല്ല, പുറത്തുള്ളവരും നമുക്ക് ഒരു അലിഖിതമായ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ആ സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നല്ലോണം പ്രവർത്തിക്കാൻ കഴിയുന്ന സമർത്ഥരായ നമ്മുടെ മക്കൾ, ശംസുലയുടെ പേരമക്കൾ ഇവിടെ കണ്ടു. ഇവിടൊക്കെ പാടുണ്ട്. എണ്ണിയാൽ ഇവിടെ ബാംഗ്ലൂർ മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യക്ക് പുറത്തുവാണെങ്കിലും നമുക്ക് കഴിയും. ചരിത്രം അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഉറുദുവിലുണ്ട്, അതുപോലെ മറ്റ് ഭാഷകളിലുണ്ട്. വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന കുട്ടികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഖൈറും ബർക്കത്തും നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ കുറെ പ്രവർത്തിച്ച, അതിനു മുമ്പ് വാപ്പു മുസ്ലിയാരും ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങളും മറ്റ് നേതാക്കളും തുടങ്ങിവെച്ച ആ പരിപാടി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശംസുല്ലയുടെ മക്കളും പേരമക്കളും തയ്യാറായി മുന്നിൽ നിൽക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇത് വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി വമ്പിച്ച വിജയമായി
തീരുന്നതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസ്ഥയുടെ പ്രവർത്തനം ദേശീയ തലത്തിൽ അതിന്റെ സാധ്യതകൾ എന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉറുദു ഭാഷയിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി സദസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ്. ഉറുദു ഭാഷ സംസാരിക്കാൻ പ്രധാന കാരണം ഒട്ടേറെ കേരളത്തിന് പുറത്തുള്ള പൊതുവായി ഉറുദു സംസാരിക്കുന്ന കലാപ്രതിനിധികളും നമ്മുടെ ക്യാമ്പിൽ വിവിധ സ്റ്റേറ്റുകളിൽ കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറുദു അറിയാത്ത മലയാള സുഹൃത്തുക്കൾ സൗകര്യക്കരമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഗഫൂർ ഖാസിമിയെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. محترم صدر حفلہ حضرت الاستاذ ആലിക്കുട്ടി മുസ്ലിയാർ, സാരെ ഉലമാए किराम और मुअज़्ज़ज़ हस्तियां और नुमाइंदे मुख्तलिफ शोबे के बड़े बड़े आदमी लोग और बाकी सारे हुजूर किराम, बहुत से लीडरान किराम यहां पर स्टेज पर मौजूद है. मैं किसी के नाम नहीं उठाता, इसलिए कि ये के नाम उठाने से फिर सबका नाम बहुत लंबी चौड़ी चले जाता है. इसलिए मैं सबसे माइजरत भी मांगता हूं. ज्यादा टाइम नहीं, तकरीबन आधा पौना घंटा का दरमियान है मेरा टाइम. समस्ता केरल जमीयत उलमा के सरगर्मियों को तारुफ कराना, उसका प्रोग्राम को आलमी तौर पर फैलाना, उसके बारे में सोच विचार है ये सेशन का अहम रोल. खुतबा इस्तक़बालिया में माँ के एक बात सुना होगा, नासर वैसी ने यह बताया, इस्लाम इक्वल टू सुन्नी, सुन्नी इक्वल टू समस्ता. इसका मतलब क्या है? इस्लाम जो अफकार है, जो जो इरशाद आते हैं, पेश करते हैं, वही है अहले सुन्नत व जमाअत का अफकार व आइडियोलॉजी. वही है समस्त केरला जमीयत उलमा के, वही है समस्त केरला जमीयत उलमा के अहम शाह यस्वैस के. सबका एक ही है. हम लोगों को मालूम है सारे हिंदुस्तान में केरला और गुजरात ये दोनों शोबे के अलावा दूसरे हैं इस्लाम के 1% में इस्लाम पहुंचा है या नहीं कोई पता नहीं. तारीख की कुतुब में यह लिखा हुआ है 712 में मोहम्मद बिन कासिम सक़फ़ी और सिंध में हमला आवर किया तो इंडिया में इस्लाम के शुरू, इस्लाम के बुनियाद वहां से डाली गई. अगर
برابر صحیح ہے، تب بھی کیرلا سے تقریباً 5000 کلومیٹر آگے واقع سندھ اور پشاور کے ماحول اور کیرلا اور مدراس میسور ایسے صوبوں کے ماحول بہت فرق ہے۔ یہاں پر اسلام کم سے کم اسلام کے 70% میں پہنچا ہے، اور مالک بن دینار کہاں یہاں پر تشریف لایا، وہ ہجرت کے 1% میں ہے اور دوسری فیصدی میں ہے، بہت اختلاف ہے۔ ہمارا امام زین الدین مخدوم ان کا تحفۃ المجاہدین میں یہ لکھا ہے، اور چیرمان پیرمال کے بارے میں لکھے ہوئے سارے واقعات لا یکاد یصح شیء منھا، ہجرت کی 1% کے بارے میں وہ لکھا ہے، وہ چیرمان پیرمال کا قصہ ہے۔ اسلام کے شروع کب ہوا ہے اس کے بارے میں میرے مقصد میں کچھ نہیں بتا، وہ تو یقین ہے اس ہجرت کے 1% میں کیرلا میں اسلام پہنچا، اور اس ٹائم میں اسلام کے پروگرام اور مشروعات، اس کا سرگرمیاں، اس کا تعلیم اور اس کا تربیت، اس کا تجلیل وہ کیسا تھا، وہ یہاں پر کوئی تاریخ کی کتاب میں تو بقائے موضوع کے طور پر کہیں بھی لکھا نہیں ہے۔ یہاں پر کبھی کبھی کوئی رحال آتا ہے، ابن بطوطہ آتا ہے، اور یہاں کے واقعہ یہ بھی 700 سال پہلے کا ہے، اور اس کے پہلے کیسے اسلام تھا، ادھر اسلام تھا اور مسجد تھا، سب کچھ تھا۔ ہمارا صحیح تاریخ کہاں سے شروع ہوتا ہے؟ ہمارا صحیح تاریخ 15% کے تقریباً 15% میں شروع ہوتا ہے۔ ہجرت کے آخری صدی سے یہاں کے تاریخ مکتوب ہے، وہ موثوق بھی ہے۔ ہمارا سند، ہمارا وثیقہ جو پنانی آئے ہوئے زین الدین مخدوم اور ان کے 13 لوگوں کا ہے، وہ مخدومی طریقے پر ہم پیروی کرتا ہے۔ یہ مخدوم لوگ کہاں سے آیا ہے؟ وہ پہلے وہ یمن سے آیا ہے، پھر وہ تمل ناڈو کے کیرلا کے آس پاس کے جگہوں میں تھا، پھر وہ لوگ کوچی میں آیا، کوچی سے پنانی آیا، وہ تقریباً 500 سال پہلے کی واقعہ ہے۔ اس ٹائم کا ہسٹری ہمارے پاس موجود ہے۔ وہ درجے مخدوم کا طریقہ، وہ لوگ شافی ہیں، وہ لوگ سنی تھے، وہ لوگ طریقہ کے آدمی تھے، صوفی طریقہ کے آدمی تھے، اس لیے کیرلا کے پورے لوگ شافی بن گیا اور سنی بن گیا، اور کوئی طریقہ شاذلی، قادری، چشتی ایسا کوئی طریقے کے آدمی ہو گیا۔ انڈیا کے پورے دوسرے صوبوں کے ماحول مختلف ہے۔ انڈیا میں آج تقریباً 18 کروڑ مسلمان ہیں، اس میں سے 17 کروڑ بھی حنفی لوگ ہیں۔ 1 کروڑ تقریباً 1 کروڑ ہے انڈین مسلمان میں شافی، اس میں سے 80 لاکھ بھی کیرلا کے مسلمان ہیں۔ تو ہمارا طریقہ ایک علاحدہ طریقہ ہے،
ہم انڈین مسلمان میں شامل ہیں، لیکن ہمارا طریقہ مخدومیہ طریقہ ہے. یہ مخدومیہ طریقہ ہم پکڑتے ہیں. ہم انڈیا کے سارے صوبے میں دیکھا کیا دیکھتا ہے، ادھر کا مسلمان 4 فرقہ ہے. ایک تو بریلوی ہے، دوسرا تو دیوبندی ہے، تیسرا تو وہابی ہے، سلفی ہے، چوتھا تو جماعت اسلامی ہے. یہ ہندوستان کا پورا صحابہ نے ملا کیا یہ ملتا ہے. لیکن ہمارا وہاں یہ کیوں ہو گیا؟ یہ مخدومی طریقہ ہو گیا. ان کے کیا طریقہ تھا وہی کیوں نہیں کرتے ہیں؟ اب ایک بات سوچنا چاہیے. زین الدین مخدوم رحمۃ اللہ علیہ انہوں نے تاریخ میں ایک اچھا سا وہ یہ کتاب کیا کیا؟ یہ کتاب لکھ کے کتاب کے مقدمے میں یہ لکھا ہے اقدم هذا الكتاب لخدمت علی عادل شاہ ملک بیجاپور. عام لوگ سوچنا چاہیے بیجاپور کا شہنشاہ علی عادل شاہ کو تحفۃ المجاہدین پیش کرتا ہے، ان کے لیے دعا بھی کرتا ہے. کون ہے علی عادل شاہ؟ شیعہ ہے. شیعہ ہونے کے باوجود یہ کتاب ان کو پیش کرتا ہے. اب بھی چند لوگ بہت صوت آواز اٹھاتا ہے. کیا آواز ہے؟ تنظیموں کے درمیان میل ملاپ ہونا چاہیے. ابھی 21ویں فیصدی میں ابھی اس کو نیا بھوگا ہوا ہے. مختلف تنظیموں کے درمیان ملتی جلتی میل ملاپ ہونا چاہیے. یہ تو یہی بات نے شمس العلماء نور اللہ مرتضیٰ 30 سال پہلے بدرکرم میدان میں کیا تھا. اس ٹائم کیا ہو گیا؟ یہ نہیں ماننا چاہیے اس میں سے ایسا واپس آ گیا. میل ملاپ چاہیے، میل ملاپ ہونا چاہیے، اتحاد ہونا چاہیے. یہ تو زین الدین مخدوم کا طریقہ ہے. ایک کتاب ان کو پیش کیا. یہ طریقہ بولنا ہے سمجھتا کوئی نئی ایجاد نہیں ہے، کوئی اکتشاف نہیں ہے، کوئی کنسٹرکشن بھی نہیں ہے، بلکہ یہ ایک ریکنسٹرکشن ہے. اسلام کا ریکنسٹرکشن اور اسلام کا وہ نئے اکتشاف اختراع نہیں ہے. آپ لوگوں کو معلوم ہو کیا ہے اکتشاف اور اختراع کا درمیان کا فرق کیا ہے؟ ڈسکوری اور انوینٹر سب کو معلوم ہے. ہو انوینٹر ریڈیو؟ مارکونی انوینٹر ریڈیو. ہو ڈسکور امریکہ؟ کولمبس ڈسکور امریکہ. اسی طریقے پر سمجھتا کوئی نیا ایجاد نہیں ہے، اختراع بھی نہیں ہے، اسلام کا نیا اکتشاف ہے. وہ 100 سال پہلے تقریباً 90 سال پہلے ورکل ملا قائد نور اللہ مرتضیٰ اس کا سرپرستی میں، اس کا ریاست میں ایسا ایک تنظیم کو تحسیس ڈالا. وہ تنظیم الحمدللہ آج کے کہاں پر پہنچا ہے. وہ تنظیم کا ایک شاخ ہے SYS. یہ تنظیم کیا کیا سرگرمیاں ماجد کرتے رہتے ہیں. اور اس کا ایک دوسرا شاخ ہے
سنی محل فیڈریشن. یہ سنی محل فیڈریشن ان کے بارے میں کوئی تعارف کی ضرورت نہیں. سنی فیڈریشن کے سرگرمیاں ہیں آج کے ہندوستان میں پورا پھیلا ہوا دارالہدیٰ کے ادارے ہے. ابھی آسام میں، بنگال میں، مہاراشٹر میں، کرناٹک میں ابھی میرے ایک دوست ملا اور ناصر بھائی، وہ بہت کام کرتا ہے اور دارالہدیٰ کے بارے میں اور دوسرا شعبہ میں بہت کام کرتا ہے. ابھی بولا ہے کرناٹک میں بھی دارالہدیٰ کے ایک شاخ کھولنے والا ہے. یہ کوئی بھی بولا ہے، یہ تو سنی میں جو فیڈریشن نے اس کا بنیاد رکھا ہے. اور یہ سوئے ابھی کیا کیا کرتا ہے، اور اس کے ماتحت میں دوسرا ایک تنظیم ہے مدرسہ کے بارے میں. مدرسہ کے بارے میں آپ سوچیے، سمجھتے ہیں جمعیت علماء کا سب سے بہتر نمونہ، سب سے بہتر سرگرمی مدرسہ ہے. 10,000 مدرسہ انڈیا میں نہیں ہے بلکہ آل اوور دا ورلڈ. الحمدللہ سمجھتے کہ پورا مدرسہ ہم دیکھا ہے، بہت سے مدرسہ میں ہم رات بھی گزرا ہے. اس لیے ہم ایسا بہت جگہ پر ایسا گھومتے پھرتے ٹائم میں ایک سال پہلے ملیشیا گیا تھا. سمجھتا کہ مدرسہ ادھر اور میں ایک مدرسہ ہے، اور میں ایک مدرسہ کیا ادھر کے ایک حاجی صاحب کیا بولتا ہے، وہ سمجھتا کہ ایک کانفرنس میں آیا تھا، مجھے دکھایا دیکھو یہ کانفرنس کا وہ لیٹر ہے اور اس کا بیگ ہے سب کچھ، اور ایسا ایک تھیلی میں رکھا ہے. وہ کھول کر مجھے دکھایا اور بولا ہم ادھر ملیالم بچوں کو سکھانا چاہیے. اور ان میں ایک مدرسہ ہے، وہ مدرسہ میں وہ معلم لوگوں سے بچے کو ملیالم سکھاتا ہے. کون بچہ؟ ملیشین والا بچہ. کیوں؟ سمجھتا سے تعلق ہمیشہ رہنا چاہیے، اس لیے ملیالم سکھانا چاہیے. میں ایک سال پہلے شارجہ میں میرے ایک دوست کو ملا. وہ دوست بولا ہم بہت پریشان ہیں. میں پوچھا کیوں اتنا پریشان؟ کچھ نہیں ہے، ہمارا مدرسہ تو بند ہو گیا ہے. میں پوچھا آپ کا کون سا مدرسہ ہے؟ ہمارا مدرسہ کیوں بند؟ میں سوچا کیا بات بولتا ہے، یہ آدمی بہار کا ہے، بہار کا آدمی ہم سے بولتا ہے ہمارا مدرسہ بند ہو گیا، بہت پریشان ہے. میں تو سوچا بہاری آدمی بھی ادھر کوئی مدرسہ کھولا ہوگا. پھر یہ بولتا ہے میرا بچہ سمجھتا کے مدرسے میں پڑھتا ہے، ابھی اچھا چاہتا ہے. ابھی 3-4 مہینے پہلے میں اس سے ملا، وہ بچے کو مجھے دکھایا. وہ بچہ مجھ سے بہاری ہے، ملیالم میں بات کیا ہے. وہ مدرسہ کے بچوں سے ملا کے ملیالم سیکھا ہے. ابھی وہ یہ بھی چاہتا ہے کیرلا میں کوئی ہم تو بڑا کوئی وافی کا اور فیضی کا کوئی کالج میں مجھے ایڈمیشن ملنا ہے. میں وہ ملیالم نہیں آئے گا پھر کیا کرے گا. ابھی ملیالم اچھا چاہتا ہے، وہ بہت اچھا طریقہ سے ملیالم. اسی لیے یہ سمجھتے گئے جمعیت علماء کے سرگرمیاں دینی ماحول کے علاوہ زبانی ماحول میں بھی پھیلا ہے. وہ تو خوشی کا تعارف سے بات نہیں. ادھر کے مدرسے سے بڑے بڑے مدرسے یہی راسل خیمہ میں، ابوظہبی میں، اللہ میں، شارجہ میں 300 400 500 600 آدمی بچے بچی لوگ پڑھتے ہوئے مدرسہ ہے. یہ ہمارا سرگرمیاں ہے. تو پھر ہم ابھی کیا ارادہ کرتا ہے، ہمارا سوچ راج کیا ہے. ہم الحمدللہ پہلے ہمارا ماحول کیرلا تھا، پھر ہمارا ماحول کیرلا سے بھی تھوڑا اور آگے ہو گیا. اب بھی ہمارا ایس کا سرگرمیاں پورے ہندوستان میں پھیلانے کا ارادہ میں ہے. وہ ہو سکتا ہے، کوئی کام تو مشکل نہیں ہے. مشکل کا نام کوئی ڈکشنری میں نہیں ہے، مشکل تو کچھ نہیں ہے.
ہر مشکل ہر مشقتیں تو برداشت کر سکتا ہے. ابھی ہمارے عوام لوگ بہت اچھے ہیں. ہمارا لیڈر لوگوں کا اخلاق اور لیڈری لوگوں کا عظیمت ہوتا ہے. ہمارے عوامی لوگ پورا سپورٹ کرتا ہے. معنوی طور پر سماج سپورٹ کرتا ہے, مادی طور پر میں سپورٹ کرتا ہے. ہمارے ماحول کے شعبوں میں ہم دیکھنا چاہیے. آسام میں الحمدللہ ابھی داخلہ کے ایک اور کیمپس فلک کھولا ہے. ادھر ابھی بہت سے بچہ بچی لوگ پڑھتا ہے. کتنے آدمی ادھر کا ایڈمیشن کا کوئی جگہ نہیں, گنجائش نہیں. ادھر گاؤں ادھر کے وہی سسٹم پر بھی وہ کھولا ہے. اور ایسا بہت مدارس ادھر کھولنا چاہیے. میں ایک بار برہم پترا کے کنارے میں ایسا پیدل جاتا ہے. اس ٹائم میں ادھر کا آدمی بولا ادھر طوفان اور بارش ہوتا ہے, ادھر کیا کرتا ہے, کوئی آدمی مر گیا, کوئی انتقال ہو گیا تو اس کا دفنانے کا کوئی طریقہ نہیں ہے. پھر کیا کرتے ہیں, اس کو دفن کے بجائے پانی میں ڈالتا ہے اور برہم پتر میں ایسا اوپر ایسا بچھتا ہے مسلمان کا ہے. اور ہندوستان کا پورا صوبہ میں اور یو پی اور ایسا الحمدللہ دوسرے صوبوں کے نسبتاً تھوڑا اچھا ہے. اور آسام, تریپورا, منی پور, میگھالیہ, اروناچل پردیش, پچھوڑا, وہاں پر مسلمان بھی بہت, چند صوبوں میں مسلمان بہت کم ہے. 1% بھی نہیں ہے. اروناچل پردیش میں 1% بھی نہیں ہے. میگھالیہ میں 3% ہے. الحمدللہ آسام کے مسلمان کا فیصد کتنا ہے, تقریباً 40 ہے. 35 اور 40 کا درمیان ہے وہاں کے مسلمان کا فیصد. بنگال میں وہی ہے. کیرلا کا دیا, کیرلا میں 25% ہے تو ادھر 35 ہے یا 28. ادھر کیا کام ہوتا ہے آج کل, چند مدارس ہے. ادھر بس دینی تعلیم ہوتا ہے اور حفظ بھی چلتا ہے. دوسرا اس کا پولیٹیکلی بہت پیچھے ہے اور دینی طور پر بھی پیچھے ہے. آپ لوگ تو دیکھا ہوگا ادھر بنگالی آتا ہے, کوئی بنگالی سے کوئی آسان سے آپ پوچھے آپ نماز پڑھتے ہیں, نہیں, سال میں 2 مرتبہ نماز پڑھتا ہے. کون سا ہے سال میں 2 مرتبہ کا نماز, 2 عید کا, 2 عید ہے. دوسرا جمعہ بھی نہیں ہے. ہمارا یہاں پر ایک زمان گزرا ہے, وہ زمانے میں ہمارا ادھر بھی نمازی تھوڑی کمی تھا, پھر بھی جمعہ کا پڑتا تھا. آج کل ادھر وہ بھی نہیں ہے. تو ہم یہ سوچنا چاہیے ہم لوگوں کا کوئی ذمہ داری نہیں ہے. ادھر نماز نہیں پڑھتا, ادھر وہ ایسا کرتا, دنیا بہت گمراہی میں جاتے ہیں. ہمارا کیا ڈیوٹی ہے, ہمارا ڈیوٹی, ہم ہندوستان کا مسلمان ہے. ہندوستان کا مسلمان کہیں بھی ہو, ان کے کوئی درد پر ہم تو دکھ کرنا چاہیے. اس لیے ہمارا ٹائم تو بہت اوپر ہو گیا. ہم جو کام اخلاص کے ساتھ ہم تو اس سے اترا ہے, پورے کامیاب پایا ہے. ابھی تک جو بھی ہم الحمدللہ کی سپربھات پیپر, وہ بھی ایک واقعہ میرے پاس ہے, وہ بھی شارجہ کے واقعہ ہے. میرا ایک دوست بولتا ہے وہ ہندو بھائی کے ساتھ وہ ایسا چلتا ہے, صبح کو ایسا چلتا ہے وہ ہندو بھائی کے ساتھ وہ ایکسرسائز کے لیے. تو ہندو بھائی یہ میرا دوست بولتا ہے, ارے بھیا ابھی کیرلا سے ایک پیپر نکلا ہے. میرا بھائی پوچھا کیا ہے وہ پیپر کا نام, وہ پیپر کا نام ہے سپربھات ہے. کوئی ہندو لوگ کا ہے, وہ ہندو بولتا ہے کوئی ہندو لوگ ہے, وہ SNDP کا ہے وہ پیپر. میرا دوست نے بولا نہیں ہمارا سنی لوگوں کا نہیں, سنیوں کا پیپر سراج ہے, مجھے معلوم ہے یہ سنیوں کا پیپر سراج ہے. وہ سنی کا طور پر نہیں ہے, یہ سنی کا طور پر نہیں ہے, یہ پیپر SNDP کا ہے. شاید یہ ہندو بولتا ہے, یہ شارجہ میں کام کرتا ہے.
تو میرے لیے بہت عجب اور بہت پسند ہو گیا، کیونکہ ہم تو کون ہے یہ ایمانیہ اور سیکولرسٹ ہم بن گیا ہے، ہمارا سیکولرزم سے ہمارا یہ جذب اندیش اسے ابھی جو کام ہمیں ارادہ کیا پورا ہو گیا ہے. ایک چینل، وہ چینل کے بارے میں وہ سوچا، وہ سب لوگ تو یہ سوچے کیسا ہے ہمارا یہ کہ گنڈا بھی نہیں اٹھا سکتے. ہمارا سید صادق علی شہاب کنگل تشریف آتا ہے ہمارا یہ سامنے الحمدللہ. اور وہ چلتا ہے، سپربھات بھی چلتا ہے، اور ہمارا اور کیمپس بھی چلتا ہے، سب چلتا ہے. پچھلے پٹیکاٹ جامعہ نویا کے جلسہ میں ادھر بنگال کے آسام کے چند گاؤں کو اس کا اسپانسر کرنا ہے، ایسا ایک پروپیگنڈا سامنے رکھا تو بہت سے آدمی لوگوں نے بولا الحمدللہ میں 100 گاؤں کو اسپانسر کرتا ہے، 200 گاؤں کو اسپانسر. اس لیے ہم جو کام کے لیے ہم کو اکٹھا ہو کر اترتا ہے الحمدللہ ہم اس میں کامیاب پاتا ہے، ہمیشہ کامیاب پاتا ہے. ہاں ابھی کیا ہوتا ہے میرا نتیجے انٹرنیشنل اسٹوڈنٹ کا ہے، اس لیے کہ ہمارا لیڈر استاد عارف حسین یہ سال میں ابھی سنا ہے نا، پڑھا ہوگا رابطۃ العالم الاسلام کا وہ آفیشلی ڈیلیگیٹ ہو کر الحمدللہ رابطہ کے کانفرنس میں پڑھے. سنی رابطہ بہت ایک دکشن دھرو میں ایک اتر دھرو میں سنی رابطہ. ابھی کیا ہو گیا رابطۃ العالم الاسلامی کے کانفرنس میں شرکت کرنے کے لیے ایک سنی کی نمائندے کو اور دعوت کیا، وہ ایک اچھا سا پیش کیا. ابھی ہمارے لیے کیا رکاوٹیں ہیں انڈیا کے طور پر اور انٹرنیشنل طور پر بھی. انٹرنیشنل کے نام کا ہمارا کام بہت کرتا ہے، سعودی عربیہ میں اور UAE میں، قطر میں، بحرین میں، عمان میں، ہر جگہ جہاں پر ملیالی ہو وہاں پر مدرسہ ہے، وہاں پر مجلس نور بھی ہے، وہاں پر کلاس بھی ہے، اور وہاں پر سب کچھ ہے. دیکھو کہاں پر بہت اقلیتی ہے، پھر کیوں ہوتا ہے یہ خون، یہ ریجمنٹ ملیالی خون کہاں پر چلتا ہے وہاں پر مدرسہ بھی چلتا ہے. اس لیے دیکھیے ملیشیا میں سمجھتا کہ مدرسہ چلتا ہے، کیا ملیشیا اور ملیالی کوئی تعلق ہے آج کل؟ ان کا دادا اور دادے کے دادا ادھر سے جلاوطن کیا تھا، دادا گیا اور دادے کا دادا گیا یا دادے کا ابا گیا، ان کو یہاں کوئی تعلق نہیں ہے. پھر بھی وہ ادھر کا پیپر منگواتا ہے، ادھر کا ستیہ نارائن منگوانے والا ملیشیا میں ہے. ملیشیا ادھر سے گئے ہوئے کوئی بتاوا نہیں ہے، کوئی مولوی نہیں ہے، وہاں کے باشندہ. اس لیے کہ ہمارا سنی ڈکشنری میں مشکل مشقت ڈیفیکلٹی ایسا کوئی لفظ نہیں ہے. کام کرنے کو ہم تیار ہے تو سب کچھ چلتا ہے. ہم یہ سنی کا اختلاف ہو گیا، ہم تو اس ٹائم میں کوئی پیپر نہیں ہے، کوئی چور میڈے چور میڈے، وہ ایسا ایک حرکت تھا اس ٹائم میں. پٹیکاٹ میں چور تھا، پھول کو ادھر بھی تھا. الحمدللہ آج کیا ہو گیا، آج ماحول پورا بدل ہو گیا. آج کتنا ادارہ ہے ہم لوگوں کا، وافی کا 40 مدارس ہے، فیضی جونیئر کالج کا 50 سے اوپر ہے، 55 ابھی بولا ہے نا استاد نے 55 ادارے ہیں، اور دارالہدا کے ماتحت 20 کے اوپر ہے. اور یہ بھی عبدالرحمان استاد ادھر بیٹھتا ہے، ان کا وہ دائمی ان کا بھی ساتھ ادھر کھلتا ہے. اور ہر
تمام جگہ پہ مدارس کے یہ پروپیگنڈا ہی چلتا ہے. یہ سب کیوں گیا؟ ابھی دیکھو کوئی ڈاکٹریٹ ملنا ہے، یہاں پر عوامی لوگ بھی بیٹھا ہے، نمائندہ ہے، پھر بھی بولتا ہے آپ کا بچے لوگوں کو ڈاکٹریٹ ملنا مانگتا ہے، کہتا ہے تو مولوی بنا دیں. اگر اس کا مولوی بنایا گیا تو اس کو ڈاکٹریٹ ملے گا، اگر ورنہ تو نہیں ملے گا. آج کل ایسا ہے. انگلش سکھانا ہے، بچہ لوگ آپ یہ کہتا ہے، ماسٹر لوگ نہیں مانتا، ہم کو انگلش مانتا ہے. انگلش کون سکھانا ہے؟ انگلش ہمارے استاد لوگ سکھانا ہے. استاد لوگ انگلش سکھانے سے بچے کے سمجھ میں آتا ہے، ماسٹر لوگ کو سکھانے سے اتنا نہیں آتا. کیوں؟ ابھی عربی گرامر انگلش گرامر دونوں ملتی گرتی ہے. اس لیے کہ جو بچے کتابیں پڑھتے ہیں، یہ جو استاد کتابیں پڑھاتے ہیں، دونوں عربی جانتا ہے تو کہ انگلش ایک زبان ہی نہیں ہے. اردو تو ایک زبان ہی نہیں ہے. کیا ہے اردو؟ اردو دو دوسرے زبان ہے. ابھی مجھے اس لیے دعوت کیا ہے، میرا اردو کے بہترین سے نہیں دعوت کیا ہے. پھر کیا ہے؟ بچے لوگ تو بہت ہے، ادھری لوگ ہیں، واقعی لوگ ہیں، فیضی لوگ ہیں، سب ہے، لیکن مجھے اس لیے دعوت کیا ہے تھوڑا داڑھی میں تھوڑا سفید ہونے والا ایک مولوی کو ملنا ہے، اس لیے مجھے دعوت کیا ہے. ابھی بہت سے نوجوان لڑکے اردو انگلش، ابھی زبیر ہدوی ادھر بیٹھا ہے، وہ انگلش میں انشاءاللہ اسپیچ کرے گا. اور بہت سے لوگ ہیں، ملیشیا میں گئے، ادھر ایک بار سنگاپور میں ایک ہدوی انگلش میں خطبہ کرتا ہے، مجھے بہت پسند ہو گیا. خطبہ نہیں، خطبہ کے پہلے کے تقریر. تو الحمدللہ ہم تو جو فیلڈیں ہم کو انٹرنس کیا ہے وہاں پر ہم کامیابی 100% پایا ہے. اس لیے کہ ہم تو پسماندہ طبقہ نہیں ہے، پیچھے کے آدمی نہیں ہے. اگر ہمارا انرجی کو ہم ایکسپینڈ کرے گا، ہم کو تو بہت انرجی ہے، ہمارا دماغ میں تو بہت اسپیس اب بھی خالی ہے. جیسا کہ ہمارا انٹرنیٹ کا طرح ہے، ہمارا دماغ کے بہت کچھ حصہ بس ہم استعمال کرتا ہے، زیادہ حصہ ہم استعمال نہیں کرتا. اس لیے ہمارا دماغ کو ہمارا دین کے پھیلانے کے بارے میں ہم سوچنا ہے، کیا کیا طریقہ ہے، کیسا ہے. الحمدللہ آج سب چلتا ہے. بہت سے آدمی لوگ نے اسلام پتا ہے، اسے کہ ہمارا نوجوان علماء لوگ آج ایسا طریقہ بھی شروع کیا ہے، ایسا طریقہ بھی اولمب کرتا ہے. اس لیے بہت سے پسماندہ طبقے کے اور اعلیٰ طبقے کے ہندو لوگ نے اسلام میں لاتا ہے. اس لیے الحمدللہ ہمارا ٹائم تو ابھی ٹائم ہمارا ہے. اسٹرائک دا آئرن وائل اٹ از فور، یہ انگلش پروورب ہے. اسٹرائک دا آئرن وائل اٹ از فور، میک دا ہیئر when the sun is rise. This time is our. یہ ٹائم ہمارا سنہری ٹائم ہے. مجاہد کو 5 مرتبہ ہو گیا، اور ہمارا ہسپتال کی سننے کا ماحول کیا ہے، اس کا مقرری لوگ ادھر بہت بیٹھا ہے، وہ لوگ بہت معلوم ہے. ہم اور بارے میں اتنا زیادہ سوچنا ہے، اس لیے کہ میرے دماغ میں دوسرا وہ بہت کام ہے، اس لیے میرا دماغ میں وہ نہیں سمایا. لیکن آپ لوگوں کو معلوم ہے کیا کیا ماحول چلتے ہیں، ابھی کہاں کو پہنچا ہے، کیا کیا اختلاف ہے ان کا درمیان چلتا ہے. الحمدللہ ہمارا درمیان ایسا کوئی اختلاف بھی نہیں ہے. اس لیے کہ یہاں پر ہم تو بہت مشقتیں برداشت کر کے مختلف شعبوں کے نمائندے ادھر آیا ہے، اور نمائندہ آنا جانا برخاست جانا اس سے کوئی فائدہ نہیں ہے. اگر اسے کوئی فائدہ ہونا ہے، ہمارا یہ سرگرمیاں کو انڈیا طور پر پھیلانے کی کوئی تیاریاں ادھر سے ہم کرنا ہے. ایسا کرے گا اس کو یہ امت کا یہ بہت بڑا امت ہوگا. ہمارا مسلک وہ مخدومی مسلک ہے، ہم کو کہاں بھی کام کرتا ہے. اگر کوئی دوسرے صوبے میں گیا یہ پوچھے گا کیا دیوبندی ہے، کیا بریلی ہے،
हमको तो ये दो वेद देवबंदी है बरेली है ये 50 साल पहले हमको मालूम ही नहीं है क्या है, अब भी हो गया है। वो पहले का है, वो हनफी मजहब है, वो मातुरीदी मजहब है, वो हम शाफी हैं, हम अशरी हैं, बहुत से पढ़ते हैं। इसलिए कि हमारा तरीका क्या है, मखदूमी तरीका है। हम शाफी लोग हैं और सुन्नी है, वो तरीके तो मांगता है। इसी अकीदा के आदमी हिंदुस्तान के बहुत से शोबों में है। हम कहता हो कि हम तो काम कर सकता है, अल्लाह उसकी तौफीक अता फरमावे। यहाँ पर बहुत से मुकर्रिर लोग और बहुत से प्रोग्राम हमारे सामने है। मेरा तकरीर हम बहुत लंबा नहीं करता, मेरा उर्दू छोटा मोटा उर्दू है। अगर इधर उर्दू के माहिर लोग अगर हो भी क्योंकि कर्नाटका का स्टेट में, अगर स्टेट में हम बेंगलुरु में है, इसलिए हमसे कोई गलती कोई भी तो हुई। आप लोग नाहक करना पेश करके मेरा ये 24वीं तकरीर को खत्म करता हूँ। वो आखिर दवाना अल्हम्दुलिल्लाह रब्बिल आलमीन। ബഹുമാന്യനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട ഡെലിഗേറ്റ്സ് ഡിബേറ്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. അദ്ദേഹത്തിന് നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഈ സെഷനിൽ ഉദ്ഘാടന കർമ്മ ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കുകയാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉച്ചയോടുകൂടി എത്തിച്ചേരും. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഉദ്ഘാടന പ്രഭാഷണമാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. Even if it's a national conference, most of the guests in the dais and most of the people in the audience are Malayalis, so that I would like to speak in Malayalam instead of English. Okay. ബഹുമാന്യരായ അധ്യക്ഷരെ, സമാനമായ പ്രൊഫസർ സ്ഥാപനങ്ങളെ, വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള സമൂഹ സംസ്ഥാനങ്ങളുടെയും പോഷക സംഘടനകളുടെയും എല്ലാം സമ്മേളനരായ നേതാക്കളെ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, അഖിലേന്ത്യ സമ്മേളനത്തിന്റെ ഭാഗമായി ഡെലിഗേറ്റ്സ് മീറ്റിംഗാണ് നമ്മളിവിടെ സംബന്ധിക്കുന്നത്. ആദരണീയനായ ഗഫൂർദാസ് അവர்கள் വളരെ വിശാലമായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സമസ്ത കേരള തൊഴിലുകളുടെയും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടതിൻ്റെതായ ആവശ്യകതകൾ, ഇവയെല്ലാം വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാന്യരായ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ ഇവിടെ സംസാരിക്കാൻ കാത്തിരിക്കുകയുമാണ്. ഇത്തരത്തിലൊരു ദേശീയ സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുവാൻ വളരെ വൈകിപ്പോയി എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. കാരണം ഏറിയ പതിറ്റാണ്ടിന്റെ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളക്കരയിൽ, അതുപോലെ തന്നെ മലയാളികൾ താമസിക്കുന്ന ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ അംഗങ്ങളിലൊക്കെ, മലയാളി മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ 8 പതിറ്റാണ്ടോളം കാലമായി പ്രവർത്തിച്ച് വരികയാണല്ലോ. മത, സാമൂഹ്യ, സാംസ്കാരിക, ധാർമ്മിക മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ സത്യവും ശാസ്ത്രീയവും ഭാവനാപരവുമായിട്ടുള്ള
പ്രവർത്തനങ്ങളുമായിട്ടാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നത്. സംസ്ഥയുടെ സേവനങ്ങളുടെ വിജയം ചൂണ്ടിക്കാണിക്കുവാനുള്ള ഏറ്റവും വലിയ മാതൃക എന്നുള്ളത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മാതൃക തന്നെയാണ്. ഇസ്ലാമിക ജീവിതചര്യയുടെ സജീവതയും അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ജീവിതക്രമങ്ങളിൽ കേരളത്തിലെ പൊതു സമൂഹത്തിന്റെ കൂടി പിന്തുണ ആർജിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം പുറം സംസ്ഥാനങ്ങളിലെ കേരളീയ മുസ്ലിംകൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ, അതിപ്പോൾ ബാംഗ്ലൂരിലുണ്ട്, കർണാടകയിലെ മറ്റു പ്രദേശങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, മറ്റു ചില സംസ്ഥാനങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാസിമോടെ പറഞ്ഞതുപോലെ മലേഷ്യയിലും സിംഗപ്പൂരിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം തന്നെ മലയാളി മുസ്ലിംകൾക്കിടയിൽ ആ വലിയ സന്ദേശത്തെ പകർന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളിലെ മുസ്ലിംകൾ പിന്നാക്കത്തിന്റെ എല്ലാ അസഹ്യതകളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുമ്പോൾ അത് നമുക്ക് വ്യത്യസ്തമായി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും സുതാര്യതയും സന്തോഷവും പങ്കുവച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നു. മറ്റു ചില പ്രദേശങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളിൽപ്പെട്ട ചിലർ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ആളുകളായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ പലതും സ്വാഭാവികമായി അവരെത്തിപ്പെടുന്നതല്ല. നിർബന്ധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവരെ മറ്റു പലരും വഴിച്ചയച്ച് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അതിന്റെ തിക്തഫലം സമുദായം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമികമല്ലെന്നും ഇസ്ലാമിന്റെ മുഖം സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റെയുമാണെന്നും അരക്കിപ്പുറപ്പിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മെ പരിശീലിപ്പിച്ചു തന്ന പ്രസ്ഥാനം അതാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു സമസ്ത എന്നുള്ളത് കൊണ്ട് മദ്രസകളും ദർസകളും മറ്റ് ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനുമൊക്കെ വാർത്തെടുക്കപ്പെട്ട പതിനായിരക്കണക്കിന് യുവപണ്ഡിതന്മാരുടെ സേവന മേഖലകളും അതുപോലെ തന്നെ സംഘടനാപരമായി സമസ്ത കേരള ജമിഅത്തുൽ ഉലമ അതിന്റെ കീഴ്ഘടകങ്ങൾ SYS, SKSF, SBD, മറ്റിതര ഘടകങ്ങൾ, സുന്നി എംപ്ലോയീസ് അടക്കമുള്ള മേഖലകളിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, ഇവയിലൂടെയൊക്കെ തന്നെ വ്യക്തമായ ലക്ഷ്യബോധം അനുയായികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സംസ്ഥക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിംകൾ പൊതുവായ അർത്ഥത്തിൽ ലക്ഷ്യബോധമില്ലാതെ അലയുന്നവരാകുമ്പോൾ അതിൽ നിന്ന് വിപരീതമായി കേരളത്തിലെ മുസ്ലിംകൾ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ അവര് ജീവിക്കുകയാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ മുസ്ലിംകളെ ദേശദ്രോഹികൾ, വർഗീയവാദികൾ, പിന്തിരിപ്പന്മാർ എന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. പലരും മാറ്റി നിർത്തിയിട്ടുമുണ്ട്. വിഭജനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മുസ്ലിംകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് വിമർശകന്മാരും എതിരാളികളും ആ രംഗത്ത് സജീവമായിരുന്നു. എന്നാൽ വിഭജനത്തിന് ശേഷം
ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ ആ ഒരു മനോഭാവമല്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കണക്കാക്കിയതുപോലെയുള്ള മനോഭാവമല്ല കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ദേശസ്നേഹികളായി അറിയപ്പെടുന്നു, രാജ്യസ്നേഹികളായി അറിയപ്പെടുന്നു. നമ്മൾ മതേതരത്വവാദികളായി അറിയപ്പെടുന്നു, മതസഹിഷ്ണുതാവാദികളായി നമ്മൾ അറിയപ്പെടുന്നു. കേരളത്തിൽ പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചകളും എല്ലാം വളരെ അടുത്തടുത്ത സാന്നിധ്യമാണല്ലോ ഉള്ളത്. ഇങ്ങനെയുള്ള സഹകരണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെച്ച് പുലർത്തുക, ഇതര ജനവിഭാഗങ്ങളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക വഴി നമുക്ക് സാധിക്കുന്നു. വിശ്വാസപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ വിലമതിക്കുന്നു. പലപ്പോഴും തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമതാണ്. വിശ്വാസ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഭരണഘടനാ വിരുദ്ധമാണത് എന്നതിൽ തർക്കമില്ലല്ലോ. അവരും ഭരണഘടനയെ അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. ന്യായപക്ഷങ്ങളും ഭരണഘടനയെ അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷെ ആരുടെ അവകാശവാദമാണ് സത്യത്തോട് കൂറു പുലർത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. വിശ്വാസ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഭരണഘടന പറയുന്നു. അതിനെ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ ഭരണഘടനയെ അംഗീകരിക്കുന്നവർ. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണ്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന സഹോദര സമുദായങ്ങൾ, പ്രത്യേകിച്ച് ഹൈന്ദവ അവർക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം കാത്തുസൂക്ഷിക്കാനുള്ള, പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്ന് ന്യൂനപക്ഷങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിന് അവരുടെ ജീവിത വീക്ഷണങ്ങൾ, ജൈന സമൂഹത്തിന്, ബുദ്ധ സമൂഹത്തിന് അവരുടെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കാതെ ഇസ്ലാമുമായി നീതി പുലർത്തുവാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങന്റെ വിശ്വാസ പ്രമാണങ്ങളെ അന്യായമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇസ്ലാമിക ചര്യയുടെ ഭാഗമല്ല. മറിച്ച് അന്യന്റെ വിശ്വാസ പ്രമാണങ്ങളെ അംഗീകരിക്കുക എന്നുള്ള ന്യായത്തിന്റെ പക്ഷത്താണ് ഇസ്ലാമിക വിശ്വാസ ചര്യ നിലനിൽക്കുന്നത്. അതാണ് ന്യൂനപക്ഷങ്ങൾ പിന്തുടരുന്ന വഴിയും. അപ്പൊ യഥാർത്ഥ ഭരണഘടനയെ അംഗീകരിക്കുന്ന നിലപാട് തന്നെയാണ് മുസ്ലിംകൾ സ്വീകരിക്കുന്നത്. അവർ ഭരണഘടനയ്ക്ക് വിരുദ്ധരല്ല, ദേശീയതയ്ക്ക് വിരുദ്ധരല്ല. ഈ ദേശത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ചരിത്രപരമായിട്ട് തന്നെ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. ഇന്ത്യയിലെ മുസ്ലിംകൾ ഇവിടെ ഇന്ത്യയുടെ പൊതുജീവിതത്തിന്റെ വിശ്വാസ്യതയ്ക്ക്, അതിൽ മനോഹാരിതയ്ക്ക് ഇന്ത്യയിലെ മുസ്ലിംകൾ നൽകിയിട്ടുള്ള സംഭാവനകളെ ആർക്കും തന്നെ നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ മുസ്ലിംകളുടെ പ്രതാപങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കാം. പക്ഷെ പ്രതാപകാലത്ത് മുസ്ലിംകൾ അവശേഷിപ്പിച്ച നല്ല അടയാളങ്ങൾ അതിവിടെ നിലനിൽക്കുകയാണ്. അതിനിവിടെ ആർക്കും തന്നെ മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യയിൽ 800 വർഷക്കാലം ഇവിടെ മുസ്ലിംകൾ ഭരണത്തിലിരുന്ന പ്രദേശമാണ്. ഉഗ്രഭരണാധികളായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് മുസ്ലിംകളുടേതായി. പക്ഷെ അവര് ഹിന്ദു മുസ്ലിം ഐക്യത്തിലാണ് ഇന്ത്യയുടെ പുരോഗതിയുള്ളത് എന്ന് വിശ്വസിച്ചവരായിരുന്നു. മുഗൾ ചക്രവർത്തിമാർ അതിൽ നിന്ന് വ്യത്യസ്തരല്ല, നൈസാമിമാർ അതിൽ നിന്ന് വ്യത്യസ്തരല്ല.
ടിപ്പുവും ഹൈദരാലിയും ഈ കർണാടകയിൽ അവരുടെ പ്രതാപങ്ങൾ നിലനിന്ന പ്രദേശങ്ങളാണ്. അവരാരും തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ നിരാകരിച്ചവരല്ല. മറിച്ച് ഇന്ത്യയുടെ പുരോഗതി അത് ഹിന്ദു മുസ്ലിം ഐക്യത്തിലാണ്. ബാബർ ചക്രവർത്തി അദ്ദേഹം അതിൽ വിശ്വസിച്ച ആളായിരുന്നു. ഹുമയൂൺ കബീർ അതിൽ വിശ്വസിച്ച ആളായിരുന്നു. ഔറംഗസീബ് അതിൽ വിശ്വസിച്ച ആളായിരുന്നു. ബാബർ തന്റെ മക്കളോട് പറഞ്ഞിരുന്നത്, തന്റെ പിൻഗാമികളോട് വസിയത്തായി പറഞ്ഞിരുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് ആവശ്യമെന്നാണ്. അതല്ലാതെ അതിൽ നിങ്ങൾ വിള്ളലുണ്ടാക്കരുതെന്നാണ് പിൻഗാമികളോട് ആവശ്യപ്പെട്ടത്. തുളസീദാസ് രാമചരിതം രചിക്കുന്നത് ബാബർ നിർമ്മിച്ച പള്ളിയുടെ ചാരത്ത് വെച്ച അവിടെ നിന്നാണ് അദ്ദേഹം അത് എഴുതുന്നത്. ബാബർ അമ്പലം തകർത്തുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് ശരിയായിരുന്നെങ്കിൽ അത് തുളസീദാസ് അറിയുമായിരുന്നല്ലോ. അങ്ങനെയുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറുക്കപ്പെട്ട പ്രദേശമാകും. ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തുളസീദാസിന്റെ വിശ്വാസപ്രമാണമനുസരിച്ച് അതൊരു വെറുക്കപ്പെട്ട പ്രദേശമാകും. ആ വെറുക്കപ്പെട്ട പ്രദേശത്ത് വെച്ച് എങ്ങനെയാണ് തുളസീദാസ് രാമചരിതം എഴുതുക? യുക്തിപരമായി അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതിയല്ലോ. ബാബർ ക്ഷേത്രം തകർത്തുകൊണ്ടല്ല പള്ളി ഉണ്ടാക്കിയത് എന്ന് യുക്തിപരമായി മനസ്സിലാക്കാൻ തുളസീദാസിന്റെ ചരിത്രം അറിഞ്ഞാൽ മതി. അവിടെ പള്ളിയിലെ ഇമാമ് ആ ഇമാമിന്റെ ഭക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം വിശപ്പ് മാറ്റിയത്. ചപ്പാത്തിയും പരിപ്പും അവരുടെ ആ ഭക്ഷ്യശീലമനുസരിച്ച് ഉള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അത് പങ്കുവച്ചുകൊണ്ടാണ് രാമചരിതം എഴുതുന്നത്. അപ്പൊ ചരിത്രം അതിന്റെ സത്യസന്ധത അത് കാത്തു സൂക്ഷിക്കുന്നു. ചരിത്രത്തിന്റെ സത്യസന്ധതയെ ടാർണിഷ് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അത് കരിവാരിത്തേക്കാൻ ആർക്കും സാധ്യമല്ല. ചരിത്രത്തിന്റെ സത്യസന്ധത അതെവിടെയും തെളിഞ്ഞു നിൽക്കും. അതിനെ ആർക്കും കരിവാരിത്തേക്കാൻ സാധ്യമല്ല. അപ്പൊ പ്രതാപം നിറഞ്ഞു നിന്ന മുസ്ലിംകൾ ആ പ്രതാപകാലത്ത് ഇന്ത്യയെ കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചത്. അവരുടെ നിർമ്മാണങ്ങൾ ആ നിർമ്മാണങ്ങൾ ഇന്നും ഇന്ത്യയുടെ ഹരവും അഭിമാനവുമാണ്. ഡൽഹിയുടെ സിംഹാസനം, ഇന്ത്യയുടെ തലസ്ഥാന നഗരി, ഇന്ദ്രപ്രസ്ഥം, ആ തലസ്ഥാന നഗരിയുടെ അലങ്കാരങ്ങൾ മുഗളന്മാർ കെട്ടിയുണ്ടാക്കിയതാണല്ലോ. ലോകത്തേത് പ്രതാപിയായ ഭരണാധികാരി വന്നാലും ഹൈദരാബാദ് ഹൗസിലാണ് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാറുള്ളത്. നൈസാം പറഞ്ഞ ഹൈദരാബാദ് ഹൗസ്, അതിലാണ് ലോക നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടോ ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിട്ടോ ഔദ്യോഗികമായ ചർച്ചകൾ നടത്താറുള്ളത്. ലോകത്തെ ഒരു രാജ്യത്തിന്റെയും വിമാനം പറക്കാനുള്ള സ്വാതന്ത്ര്യം താജ്മഹലിന്റെ മുകളിലൂടെയില്ല. ഇന്ത്യയിലെ അത്തരം പ്രദേശങ്ങൾ അപൂർവമാണ്. താജ്മഹലിന്റെ മുകളിലൂടെ ഒരു രാജ്യത്തിന്റെ വിമാനത്തിനും പറക്കുവാനുള്ള അവകാശമില്ല. കാരണം ഇന്ത്യയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഹെറിറ്റേജാണ്. ഇന്ത്യ സന്ദർശിക്കുന്ന ഏത് ഭരണാധികാരിയുടെയും പ്രോട്ടോകോളിൽ താജ്മഹലുണ്ട്.
അത് സന്ദർശിക്കേണ്ടത് പ്രോട്ടോകോൾ ചുമതലയാണ്. ആ താജ്മഹലും അതും കെട്ടിയുണ്ടാക്കിയത് മുസ്ലിങ്ങൾ തന്നെയാണല്ലോ. ലോകാത്ഭുതങ്ങളിൽ ഇന്ത്യയുടെ അഭിമാനമായി നിലനിൽക്കുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ ഓരോ ഭാഗത്ത് പരിശോധിച്ചാൽ മുസ്ലിം പ്രതാപകാലത്ത് കിട്ടി ഉയർത്തപ്പെട്ട അഭിമാനത്തിന്റെ ചിഹ്നങ്ങൾ അത് സ്വതന്ത്ര ഭാരതത്തിന്റെയും അഭിമാനത്തിന്റെ ചിഹ്നങ്ങളാണ്. ആ മുസ്ലിങ്ങൾ ആ അഭിമാനം പങ്കുവെക്കുന്നു. അതിനെ കടന്നു വിളിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. അതായത് ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിം മുന്നോട്ട് വെക്കുന്ന നയം. ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന മുസ്ലിം തന്റെ ജന്മരാജ്യത്തെ സ്നേഹിക്കേണ്ടത് അതിന്റെ കടമയാണ്. വിശ്വാസപരമായി അത് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകൾ. ആ മുസ്ലിങ്ങളെ സംശയത്തിന്റെ കണ്ണുകളോടെ വീക്ഷിക്കേണ്ട ഒരു സാഹചര്യവും ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ചിലരങ്ങനെ വീക്ഷിക്കുന്നത് ചിലരുടെ താല്പര്യമാണ്. ചിലർക്കത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വർഗീയതയിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് ഇന്നത്തെ കാലത്ത് കുറെ കൂടി പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്കൊക്കെ ഏറെ വേദനയുണ്ട്. മുസ്ലിങ്ങളെ സംശയത്തിന്റെ കണ്ണുകളോടെ വീക്ഷിക്കുവാൻ ഭരണകൂടങ്ങളിൽ നിന്ന് ശ്രമം ഉണ്ടാവുക എന്നുള്ളത് അത് അങ്ങേയറ്റത്തെ അപകടകരമായ പ്രത്യാഘാതം വിളിച്ചു വരുത്താവുന്നൊരു കാര്യമാണ്. നമുക്കവരോട് അപേക്ഷിക്കുവാനുള്ളത് വർഗീയതയുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ ഇന്ത്യയെ വിഭജിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. ഒരിക്കലും ഇവിടെ വിഭജനം നടന്നു കഴിഞ്ഞു. അത് ഭൂമിശാസ്ത്രപരമായിരുന്നു. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വിഭജനം അതിന് പക്ഷേ ഹൃദയപരമായിട്ടായിരിക്കും ആ വിഭജനം ഉണ്ടാവുക. ഹൃദയം കീറി മുറിച്ചാൽ പിന്നെ ജീവനുണ്ടാവുകയില്ലല്ലോ. ഇന്ത്യയുടെ സൗഹാർദ്ദത്തിന്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടായിരിക്കും ഇനി ആരെങ്കിലും ഇന്ത്യയെ വിഭജിക്കുവാൻ ശ്രമിച്ചാൽ അവർ ആ രീതിയിലായിരിക്കും ശ്രമിക്കുക. ഇന്ത്യയുടെ ഹൃദയത്തെ കീറി മുറിച്ചാൽ പിന്നെ ഇന്ത്യക്ക് ജീവനുണ്ടാവുകയില്ല. അത് ആ കീറി മുറിക്കാൻ വെപ്രാളപ്പെടുന്നവരാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇരകളെക്കാളേറെ വേട്ടക്കാരാണ് അത് ചിന്തിക്കേണ്ടത്. നിങ്ങൾ വേട്ടയാടുമ്പോൾ നിങ്ങൾ ആ മൃഗത്തെയല്ല, നിങ്ങൾ വേട്ടയാടുന്ന മൃഗത്തെയല്ല വേട്ടയാടുന്നത്, നിങ്ങൾ കാടിനെ തന്നെയാണ് ചുട്ടഴിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി നിങ്ങൾ കാണിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. ഇവിടെ മുസ്ലിം സമൂഹം ഏറെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. വിഷയസംസ്ഥ കേരള ജമിയത്തുൽ അതിന്റെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാനുള്ള ശ്രമം, അതിനെ തിരഞ്ഞെടുത്ത സമയം ഏറെ അനുകൂലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിച്ചാൽ പോരാ. ഈ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിഷ്കളങ്കരായ നമ്മുടെ സഹോദരങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണീരിന്റെയും വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും അവഹേളനത്തിന്റെയും ജീവിതം നമുക്കവരെ രക്ഷപ്പെടുത്തിയെടുക്കണം. കേരളത്തിൽ ഏത് വിധേനയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാനത്തെ നമ്മൾ രക്ഷിച്ചെടുത്തത്, ആ മാർഗം തന്നെ ദേശീയ തലത്തിലും നമ്മൾ വ്യാപിപ്പിക്കണം. കേരളത്തിൽ ആദ്യമായി നമ്മൾ ചെയ്തത്, സംസ്ഥ ചെയ്തത്
ഇവിടെ ദീൻ പഠിപ്പിക്കുകയായിരുന്നു. സ്ത്രീ പുരുഷ ഭേദമില്ല, ദീൻ പഠിപ്പിക്കുകയാണ് സംസ്ഥ ചെയ്ത ദൗത്യം. അതിലൂടെയാണ്, ആ പഠനത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ആ അടിക്കലിൽ നിന്നുകൊണ്ടാണ് അവർ മറ്റു മേഖലകളിൽ മുന്നേറിയത്. തൊഴിൽ രംഗത്തും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമൂഹ്യമായും എല്ലാം വളർന്നത് ദീനീ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ ഊന്നുകൊണ്ട് തന്നെയാണ്. ദീനീ വിദ്യാഭ്യാസം ഏറെ അനിവാര്യമായിരിക്കുന്നു ഇന്ന് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ. അവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ദീനിനെ പഠിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ വളരെ അപൂർവമാണ്. ഇപ്പോ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അവരുടെ പരിശ്രമങ്ങൾ കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ നമുക്ക് സന്തോഷമുണ്ട്. അവയെല്ലാം സ്വീകരിക്കപ്പെടുന്നു, വ്യാപകമായി അത് സ്വാഗതം ചെയ്യപ്പെടുന്നു. ബംഗാളിലും ആസാമിലും ബീഹാറിലുമൊക്കെ ഭരണതലത്തിൽ തന്നെ അവർക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആസാമിലെയും ബംഗാളിലെയും ഭരണാധികാരികൾ തിരിച്ചറിയുന്ന ഒരു സത്യം, മുസ്ലിംകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും വ്യതിചലിച്ചു പോകുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ളതാണ്. മതപരമായ അറിവില്ലായ്മ കൊണ്ടാണ് അവരിങ്ങനെ വ്യതിചലിച്ചു പോകുന്നതെന്ന് തിരിച്ചറിയാൻ ബംഗാളിലെയും ആസാമിലെയും ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ സംഭാഷണങ്ങളിൽ അവരെ മതം പഠിപ്പിക്കുവാൻ നിങ്ങളുടെ സേവനങ്ങൾ ഏറെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നവരുടെ ഭരണതലത്തിൽ നിന്നുള്ള അധികാരികൾ ദാറുൽ ഹുദയെ പലപ്പോഴും അറിയിക്കാറുണ്ട്. ആന്ധ്രയിലും അവരുടെ പ്രവർത്തനങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അത് വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെടുന്ന അത്തരം പ്രവർത്തനങ്ങൾ മതത്തെ അറിയുക എന്നുള്ളത് അതൊരു സന്ദേശമാക്കിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഏകോപിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. മതത്തെ അറിയുക എന്ന സന്ദേശം. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മതം അതൊരു കന്യാകുമാരി കണക്കെടുപ്പ് മാത്രമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞതുപോലെ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുവാനുള്ള തലമുറയെയാണ് ആവശ്യം. അദ്ദേഹം ശിഷ്യഗണങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇസ്ലാമിന് വേണ്ടി മരിക്കുവാൻ തയ്യാറുള്ളത്? ശിഷ്യഗണങ്ങൾ ആവേശപൂർവ്വം എല്ലാവരും എഴുന്നേറ്റും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങളൊക്കെ തയ്യാറാണ് ഇസ്ലാമിന് വേണ്ടി മരിക്കുവാൻ. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ആരാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറുള്ളത്? അപ്പോഴാണ് ശിഷ്യഗണങ്ങൾക്ക് അമലി മനസ്സിലായത്. ഷെയ്ഖ് ഉദ്ദേശിച്ചത് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുവാനുള്ള ആളുകളെയാണ്. ഇന്ത്യയിൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുവാനുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. അത് ദീനിനെ അറിഞ്ഞുകൊണ്ടാണ്. മതത്തെ അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുമ്പോൾ അത് രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാകുമ്പോൾ അത് ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി, ഇന്ത്യയിലെ മത സൗഹാർദ്ദത്തിന് വേണ്ടി, ഇന്ത്യയുടെ മത സഹിഷ്ണുതയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. മഹാനായ വാഫക്കി തങ്ങളെ പോലെയുള്ള സംസ്ഥകൾ ജമിയത്തുൽ ഉലമയുടെ ഉന്നതരായ ജ്യോതിസുകളായിട്ടുള്ള നേതാക്കൾ, വാഫക്കി തങ്ങൾ ഇന്ത്യ മുഴുവനും അറിയപ്പെട്ട നേതാവായിരുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ ആ നേതൃത്വം ഇന്ത്യയിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ മുസ്ലിംകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു, ഇതര സമൂഹങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹം മതസൗഹാർദ്ദത്തിന്റെയും മത സഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റെയും നേതൃത്വമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാവുക. സംസ്ഥയ്ക്ക് ജീവജലം നൽകിയ അദ്ദേഹത്തിന്റെ ആ പാതകൾ ദേശീയ തലത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ അത് കൂടുതൽ കരുത്തു പകരും എന്നതിൽ തർക്കമില്ല. ഉന്നതന്മാരായ നേതാക്കൾ വാഫക്കി തങ്ങളോട്
സംശിഷ്ടായ ഖാലിദിനെ പോലെയുള്ള മഹത്തുക്കൾ, അവരൊക്കെ മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും ദേശീയ തലത്തിൽ അറിയപ്പെട്ട നേതാക്കളാണ് അവർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ സൂചിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ആവശ്യം. മതസൗഹാർദ്ദം, മതസഹിഷ്ണുത, മതേതരത്വം, അതിലൂന്നിക്കൊണ്ടുള്ള ദേശീയ പ്രവർത്തനങ്ങൾ ജീവൻ. അത് ദീനിനെ അറിയുക എന്നുള്ള മുദ്രാവാക്യത്തിലൂടെ അത് ദേശവ്യാപകമായി നടപ്പാക്കാൻ ആയിരിക്കട്ടെ ഈ സമ്മേളനത്തിന്റെ ദൗത്യം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ വിജ്ഞാപനം നിർവഹിക്കുന്നു. വാഹുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.